നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യം ഇപ്പോൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയന്ത്രണത്തിലാണെന്ന് തോന്നിച്ചിരുന്ന സംഘർഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈവിട്ടു പോകുന്നുവെന്ന സൂചനകളാണ് ശക്തമാകുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ എടുത്ത പുതിയ യുദ്ധസന്നാഹങ്ങൾ അമേരിക്കയുടെ രാഷ്ട്രീയ നിലപാടിനേക്കാൾ കടുത്ത വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ തെളിവായി മാറുകയാണ്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടയിലും വെല്ലുവിളിയുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു. ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിന് തങ്ങൾ സജ്ജമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പച്ചക്കൊടി ലഭിച്ചാൽ ഉടൻ ആക്രമണം ആരംഭിക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയത്. ഇറാനിലെ സുപ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ ഇതിനോടകം അടയാളപ്പെടുത്തി കഴിഞ്ഞുവെന്നും അടുത്ത ഘട്ടത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് സ്ഥാനം അലങ്കരിക്കുന്ന ഖമേനി പരമ്പരയ്ക്ക് അന്ത്യം കുറിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെല്ലുവിളിച്ചു. ഇതോടെ മേഖലയിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. ഇറാന്റെ താൽപര്യങ്ങളും അവകാശങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചാൽ മാത്രമേ അമേരിക്കയുമായുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകൂ എന്ന് ഇറാന്റെ നിലപാട് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാവാണ് ഇന്നലെ വ്യക്തമാക്കിയത്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപാധികൾ അംഗീകരിക്കാത്ത പക്ഷം നിലവിലെ വെടിനിർത്തൽ നീക്കങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന ഇറാന്റെ നിലപാട് സ്പീക്കർ അറിയിച്ചതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്.